ആധുനിക ലോകം ഇന്ന് നിലകൊള്ളുന്നത് അദൃശ്യമായ ഡേറ്റാ ശൃംഖലകൾക്ക് മുകളിലാണ്. ബാങ്കിംഗ് മുതൽ പ്രതിരോധ സംവിധാനങ്ങൾ വരെ ഡിജിറ്റൽ ലോകത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുമ്പോൾ യുദ്ധത്തിന്റെ സ്വഭാവത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെയും ബഹ്റൈനിലെയും ക്ലാസ് കമ്പ്യൂട്ടിംഗ് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചപ്പോൾ അത് കേവലം കെട്ടിടങ്ങൾ തകർക്കലായിരുന്നില്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ ഡിജിറ്റൽ നട്ടെല്ലിനെ തന്നെ തളർത്താനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു. പരമ്പരാഗത യുദ്ധങ്ങളിൽ ശത്രുവിനെ സാമ്പത്തികമായി തകർക്കാൻ എണ്ണ പൈപ്പ് ലൈനുകളെയും വൈദ്യുതി നിലയങ്ങളെയും ശുദ്ധീകരണ ശാലകളെയുമായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഡേറ്റയാണ് പുതിയ എണ്ണ. അതിനാൽ തന്നെ ക്ലൗഡ് സ്റ്റോറേജ് കേന്ദ്രങ്ങൾ ആധുനിക കാലത്തെ ഡിജിറ്റൽ ശുദ്ധീകരണ ശാലകളായി മാറിക്കഴിഞ്ഞു. ഒരു വലിയ ഡേറ്റാ സെന്ററിന് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒരേ സമയം തടസ്സപ്പെടുന്നു. പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷം തെളിയിക്കുന്നത് ആധുനിക സാമ്പത്തിക വ്യവസ്ഥയുടെ ആധാരശിലയായ ഈ കേന്ദ്രങ്ങൾ ഇനി യുദ്ധത്തിന്റെ മുൻനിര ലക്ഷ്യങ്ങളിലായിരിക്കുമെന്നാണ്.